തീർന്നു പോയെന്ന് മാത്രമേ ഉള്ളൂ. Good experience. Seeing so much acting. മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല ഒരു എതിരാളി തന്നെയാണ് ഇത് വേറെ വൈബ് സാധനമാണ്. കുറച്ച് ഈ ഡ്യൂറേഷനിൽ തന്നെ നല്ലൊരു പാക്കേജ് തന്നെയാണ് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. മാർക്കോയ്ക്ക് ഒരു എതിരാളി തന്നെയാണ് അതാണ് കിട്ടിയത്. ഒരു സാധനമാണ്. നല്ലൊരു സിനിമയാണ്. നമുക്ക് ലാഗ് അടിക്കില്ല. 1.25 മണിക്കൂറേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തരും. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയാണ്. ഫുള്ളി ആക്ഷൻ പാക്ഡ് ആണ്. ഓക്കെ. പണം പെട്ടെന്ന് തീർന്നു പോയെന്ന് മാത്രമേ ഉള്ളൂ. Good experience. Seeing so much action and also the girls were performing very nicely. So. Its trailers looks like a Hollywood touch. Yeah. You feel like Even Kashyap was there, so it was a very nice acting. okay. Do you suggest for a theater watch? Yes, obviously. It's a very good. പടം നൈസാണ്. സൂപ്പർ പടമാണ്. വെടി പോയാണ് നൈസാണ്. ഇന്റർവെൽ വരെ ഗൂസ് ബംസ് ആണ്. പക്ഷേ ഇന്റർവെല്ലിന് ശേഷം പെട്ടെന്ന് പടം തീർന്നു പോയ പോലെ തോന്നും. ക്രിസ്മസ് ഇന്നറാണെന്ന് പറയാൻ പറ്റില്ല. കാരണം മാർക്കും കൂടെ ഇറങ്ങിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും എന്താ പറയുക 2 മണിക്കൂറിനുള്ളിലുള്ള പടം. പടം വളരെ കുറച്ച് നേരമേ ഉള്ളൂ. ഇന്റർവെൽ വരെ ലാഗ് ഒന്നുമില്ല. പക്ക എൻഗേജിങ് ഗൂസ് ബംസ് ആണ്. പക്ഷേ ഇന്റർവെല്ലിന് ശേഷം പെട്ടെന്ന് തീർന്നു പോയിട്ട് തോന്നും. ഹനുമാൻ കൈൻ്റെയൊക്കെ ഉണ്ട്. വാൻ പൊളിയാണ് ആള്. ആൻഡ്രിയ കശ്യപ്പൊക്കെ നൈസാണ്. പക്ഷേ നൈസ് അവസാനത്തെ ക്ലൈമാക്സ് കുറച്ചുകൂടെ സെറ്റ് ആക്കായിരുന്നു. മാർക്കോ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. മാർക്കോ ക്ലിക്കായാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. പക്ഷെ മാർക്കോ ക്ലിക്കായ ഇത് നൈസാണ്. പടം കിടിലാണ്. ഒരു രക്ഷയില്ല. പയ്യന്മാരെയൊക്കെ കയ്യിലെടുത്തളായി. ലെഗസിയാണ് അങ്ങനത്തെ പടം ചെയ്തേക്കുന്ന അത്ര കിടിലാണ്. എല്ലാവരും ഒരു അമൽനീര സ്റ്റൈൽ ഹോളിവുഡ് മോഡെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഫ്രെയിമൊക്കെ നൈസാണ് കേട്ടോ. എടുത്തേക്കുന്ന എല്ലാം നൈസാണ്. കുറച്ചുകൂടെ വിൻറ്റേജ് മോഡലാണ് എടുത്തേക്കുന്നത്. എല്ലാം നൈസാണ്. ക്ലാസ്സായിട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഹണ്ടിങ് മൂവ് സെറ്റ്. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ പക്ക ആക്ഷനാണ്. 2 മണിക്കൂർ നാളെ മാർക്ക് വേണം. അതിനൊരു ഇത് വേറെ വൈബ് സാധനമാണ്. ഇതിൽ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. നല്ലൊരു എക്സിക്യൂട്ട് ചെയ്തു. നല്ല സിനിമ കാണാൻ വൃത്തിയാണ്. ഫുൾ വൃത്തിയാണ്. ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഇഷ്ടപ്പെട്ടാണ്. ഫുൾ ഇഷ്ടപ്പെട്ടു. നല്ല മേക്കിംഗ് ആണ്. കൊറിയോഗ്രാഫി, ക്യാമറഗ്രാഫി. ആരാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തത്? എല്ലാവരും അത് മെയിനായിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. ബ്രോ എങ്ങനെയുണ്ടായി? ടോട്ടലി ഫുൾ അടിപൊളി. ആക്ഷൻ പാക്ഡ് ആണോ? ആക്ഷൻ ബാക്ക്ഗ്രൗണ്ട്. അതെ. മേക്കിംഗ് സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ട്? അമൽനീര ഇത് കുറച്ച് ഓൾഡ് ടൈപ്പ് സിനിമയാണ്. ഹോളിവുഡ് ടച്ച് ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല തിയേറ്റർ വാച്ചാണ്. നേരത്തെ ആദ്യം പറഞ്ഞല്ല, എക്സ്ട്രാ ഡീസൻറ്റിന് കാലിയാണ്, വിടുതലിക്ക് കാലിയാണ്. പിന്നെ ആറില്ല, എല്ലാം മാർക്കോയ്ക്ക് പോയി. പക്ഷേ ഇത് ഇന്ന് ഫുൾ ഡേ അറിഞ്ഞിട്ട് മാർക്കോയുടെ നാളെ ഉച്ച എന്തെങ്കിലും എനിക്ക് പക്ഷേ കോമഡി സംഭവം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ കൗണ്ടർ അത് ഇത് പല നടന്മാരും പ്രത്യേകിച്ച് പല നടന്മാർ സ്ഥിരം ചേർത്തുള്ളതാണെങ്കിൽ പോലും ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ ട്രോൾ മെറ്റീരിയൽ സുരേഷ് കൃഷ്ണ അങ്ങനെ എല്ലാവരും പ്രത്യേക സാധനമായിരുന്നു. മറ്റേ ഈ പേര് പറഞ്ഞേ, ഒരു പഴയൊരു നടിയുണ്ടായിരുന്നു നമ്മൾ മറ്റേ എം എ നിഷാദ് എന്ന പടത്തിൽ. നിഷാദ് എൻ്റെ അമ്മ പുള്ളിക്കാരി. അതിലൊരു ഡയലോഗുണ്ട്, നിങ്ങൾ പറഞ്ഞ അതൊരു വെടിക്കാരിയാണ്. അത് നല്ല 2 സെൻസിലെടുക്കാം. എന്നാൽ പോലും ആ വിഷയമാണ്. ഫസ്റ്റ് ഹാഫ് കോമഡി, സെക്കൻഡ് ഹാഫ് വെറും പൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറിങ് പാറ്റേൺ, മീറ്റിംഗ് ആ ഇതെല്ലാം ഉണ്ട്. പിന്നെ 10-20 കാസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും റോവുണ്ട്. ശരിക്കും 2 മണിക്കൂറിനുള്ളിലേ ഉള്ളല്ലോ പടം. ഒരു കുഴപ്പമില്ല, അത് അതിനുള്ളതേ ഉള്ളൂ. അത് വലിച്ച് നീട്ടിയാൽ എനിക്ക് അറിയില്ല. കാരണം ഏതാണ്ട് ഇൻ്റർവെല് 1:25, 1.5 മറ്റത് 3/4 മണിക്കൂർ. പക്ഷെ മതി.